മൂന്നരയ്ക്ക് തന്നെ തുടങ്ങുകയാണ്. സമയം വായിക്കണം എന്നുള്ളതുകൊണ്ട് മൂന്നരയ്ക്ക് തന്നെ ആരംഭിക്കുകയാണ്. എല്ലാവരും എത്തിയിട്ടില്ല, അവർക്ക് വരുന്നത്. ഇന്ന് എന്തായാലും ഈ യോഗത്തിനൊക്കെ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരു പ്രാർത്ഥന ഗാനത്തോടുകൂടി ഈ യോഗം ആരംഭിക്കും. വിശ്വം കാക്കുന്ന നാഥ, വിശ്വൈകനായക, ആത്മാവിലിരുന്ന തീരയ്ക്കു നിന്നാമചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. ഒരു മെസ്സേജ് തരുന്നതായിരിക്കും. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാം തിരുവചനം, 16, 17, 18 തിരുവചനം ചുരുങ്ങിയപ്പെട്ട ഓരോ ലൈനുള്ള വാക്യങ്ങൾ. എപ്പോഴും സന്തോഷത്തോടു കൂടെ ആയിരിക്കും, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. അപ്പോൾ 3 കാര്യങ്ങളാണ് ഇന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് നൽകുന്നത്. അതായത് എപ്പോഴും സന്തോഷത്തോടു കൂടെ ആയിരിക്കും. ക്രൈസ്തവരായ നമ്മള് ദൈവം ആഗ്രഹിക്കുന്നത് എപ്പോഴും നമ്മൾ സന്തോഷമുള്ളവരായിരിക്കണം എന്നാണ്. പക്ഷെ അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് സാധിക്കുന്നുണ്ടോ? എപ്പോഴും നമ്മളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സന്തോഷത്തോടുകൂടി ആയിരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് വിചിന്തനം ചെയ്ത് നമ്മളെ തന്നെ ആത്മശോധന ചെയ്യുന്നത് നല്ലതാണ്. പലതരത്തിലുള്ള ജീവിത പ്രശ്നങ്ങളിലൂടെയും വിഷമങ്ങളിലൂടെയും രോഗങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്നതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. സുഖവും ദുഃഖവും സന്തോഷവും വിഷമങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ എങ്കിലും നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന എന്താ? അതെല്ലാം മനുഷ്യന് ഉള്ളതാണ്, നമ്മുടെ ജീവിതത്തിൽ ഉള്ളതാണ്. സുഖവും ദുഃഖവും പരാജയവും വിജയവും ഒക്കെ. പക്ഷെ ഈ എല്ലാ അവസ്ഥയിലും നമുക്ക് സന്തോഷിക്കുവാൻ സാധിക്കണം. ഈശോ നമ്മളോട് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അല്ലേ? ഇതല്ലേ ഈശോ പറഞ്ഞിട്ടുള്ളത്? യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അപ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഏതൊരവസ്ഥയിലും, നമ്മൾ രോഗാവസ്ഥയിലായിരുന്നാലും, നമ്മൾ പരാജയത്തിന്റെ മേഖലയിലായിരുന്നാലും, നമുക്കുണ്ടാകുന്ന വിഷമത്തിന്റെ അവസ്ഥയിലായിരുന്നാലും ദൈവം നമ്മളോട് കൂടെ ഉണ്ട്. ആ ദൈവത്തോടൊപ്പം, ദൈവത്തോട് കൂടെ ഞാൻ ആയിരിക്കുമ്പോൾ എനിക്ക് ഒരു പ്രത്യേക ദൈവം എന്റെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസം നമ്മളെ സന്തോഷമുള്ളവരാണ്. നമ്മുടെ വിഷമങ്ങളൊക്കെ അതിജീവിക്കുവാനുള്ള ശക്തി കിട്ടും. നമ്മുടെ പരാജയങ്ങളിൽ സഹനങ്ങളെയൊക്കെയും അതിജീവിക്കുവാനുള്ള ശക്തി കിട്ടും. രണ്ടാമത് പറയുന്നത് ഇതാണ്, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. ഇടവിടാതെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. നമ്മുടെ വീട്ടിൽ നമ്മള് കുടുംബ പ്രാർത്ഥനയുണ്ട്. നമുക്ക് ഓരോ നമ്മള് പ്രാർത്ഥനയ്ക്ക് പ്രത്യേക സമയമുണ്ട്. പള്ളി വരുന്ന സമയത്ത് പ്രാർത്ഥിക്കും. എങ്ങനെയാണ് നമുക്ക് ഇടവിടാതെ പ്രാർത്ഥിക്കാൻ സാധിക്കുക? നല്ല കാര്യമാണ്, നല്ല ഇതാണ്. നമ്മളുടെ ഏതൊരു പ്രവൃത്തിയും ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ, ദൈവത്തോട് ചേർന്ന്, അതായത് നമ്മള് അടുക്കളയിലായിരുന്നാലും, ഒരു അമ്മ ഒരു ഒരു ഭാര്യ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും, ഇത് കുഞ്ഞിനെ ഒക്കെ അവരെ നോക്കുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജോലിയിലായിരിക്കുമ്പോഴും, ഏതൊരു സമയത്തും ആ കാര്യങ്ങൾ നമ്മൾ ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ അത് ഒരു പ്രാർത്ഥനയാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷേ എന്ന് കരുതി നമുക്ക് സമയമുണ്ട്, പ്രാർത്ഥിക്കുവാനുള്ള സമയമുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ 60 വയസ്സിന് മുകളിൽ നമ്മളിപ്പോൾ ഗവൺമെന്റ് സർവീസിലൊക്കെ ജോലിയുള്ളവരാണെങ്കിൽ ആ ജോലിയിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്തു നമ്മൾ ജീവിക്കുന്ന സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തില് ഏറ്റവും നല്ലതും
നമുക്ക് സമാധാനം തരുന്നതും സന്തോഷം തരുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ കിട്ടുന്ന സമയമൊക്കെയും നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. അതുവഴി നമ്മുടെ ഈ വാർദ്ധക്യകാലം സന്തോഷമാക്കും സമാധാനമുള്ളതാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. മൂന്നാമത്തെ കാര്യം ഇന്നത്തെ വചനത്തിലൂടെ പറയുന്നത് എന്താണ്? എല്ലാ കാര്യങ്ങൾക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എങ്ങനെ പറ്റുമോ എല്ലാ കാര്യങ്ങൾക്കും നന്ദി പ്രകാശിപ്പിക്കുവാൻ? അങ്ങനെ പറ്റിയത് നല്ലതാണ്. അങ്ങനെ അല്ല, എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളിൽ നിന്ന് നമുക്ക് എല്ലാ അനുഗ്രഹവും ദൈവമാണ് തരുന്നത്. നമ്മെ ശിക്ഷിച്ചത് ദൈവമാണ്. ഈ നിമിഷം വരെ നമ്മളെ കാത്തു പരിപാലിച്ചതും നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അനുഗ്രഹം ചൊരിഞ്ഞത് ദൈവമാണ്. പക്ഷേ ഈ അനുഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം നൽകുന്നു, നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ഭംഗിയായി നടക്കുന്നു. അതൊക്കെയാണ് നമ്മളെ അനുഗ്രഹമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. എന്നാൽ അത് മാത്രമല്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഇതുപോലെ ഉണ്ടാകും, രോഗാവസ്ഥകളൊക്കെ ഉണ്ടാവും, മറ്റുള്ളവരിൽ നിന്നുള്ള വിഷമങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. മറ്റുള്ളവരിൽ നിന്നുള്ള തെറ്റായ കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ള ദുരാരോപണങ്ങളും മറ്റുമൊക്കെ വരുമ്പോൾ നമ്മുടെ മനോഭാവം എന്തായിരിക്കും? മറ്റുള്ളവരിൽ നിന്നൊക്കെ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ജീവിത ക്ലേശങ്ങൾ നമ്മൾ ഉണ്ടാകുമ്പോൾ ആ അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ദൈവം നമ്മളോട് പറയുന്നത് ആ ദുഃഖങ്ങളെ ഓർത്ത്, വിഷമങ്ങളെ ഓർത്ത്, പ്രതികൂല അവസ്ഥകളെ ഓർത്തും ദൈവത്തിന് നമ്മെ നന്ദി പറയണം. നമുക്ക് അനുഗ്രഹം കിട്ടുമ്പോൾ നമ്മുടെ കുഞ്ഞ് നല്ല മകൾ നല്ല രീതിയിൽ പാസ്സാകുമ്പോൾ അവിടെ അല്ലെങ്കിൽ അവരുടെ കുഞ്ഞ് ജനിക്കുമ്പോൾ ഒക്കെ നമുക്ക് നന്ദി പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ എനിക്ക് തന്ന രോഗത്തെ ഓർത്ത് ദൈവമേ ഞാൻ നന്ദി പറയാം. ഞാൻ ഇന്ന് കടന്നു പോകുന്ന എല്ലാ പ്രയാസങ്ങളെയും ഓർത്ത് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. എന്റെ ജീവിതത്തിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായെന്ന് വെച്ചു, അല്ലെങ്കിൽ വിഷമം ഉണ്ടായെന്ന് വെച്ചു, അതിനെ ഓർത്ത് നന്ദി പറയാൻ പറ്റുമോ? നന്ദി പറയണം. അവിടെയാണ് നമുക്കുണ്ടാകുന്ന സഹനങ്ങളെ കാരണം എന്താ? ഈ അനുഗ്രഹം തന്ന ദൈവം കാണുന്നുണ്ട് നിന്റെ സഹനങ്ങൾ, അല്ലേ? അനുഗ്രഹം തന്ന ഈ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവം നമ്മൾ മാറി നിൽക്കാമെന്നോ? ദൈവം അത് കാണുന്നുണ്ട്, ദൈവം അത് അറിയുന്നുണ്ട്. ദൈവം അറിഞ്ഞിട്ടുകൂടിയാണ് നമ്മളെ ഈ സഹനങ്ങളിലൂടെയൊക്കെ ഈ കടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അനുഗ്രഹം എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ നമ്മൾ സ്വീകരിച്ച ദൈവത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ വിഷമ അല്ലെങ്കിൽ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോഴും ആ അവസ്ഥയെ ഓർത്തും ദൈവത്തിന് നന്ദി പറയണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് പറയണം. നമ്മൾ ക്രൈസ്തവരാണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവിതത്തിൽ പകർത്തുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതായത് ഒന്നുകൂടെ ഞാൻ പറയാം, എപ്പോഴും സന്തോഷത്തോടുകൂടി ആയിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. രണ്ട്, ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ, എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യം ഓർത്തുകൊണ്ട് എവിടെ പോയിരുന്നാലും, നമ്മുടെ യാത്രയിലായിരുന്നാലും വീട്ടിലായിരുന്നാലും നമ്മൾ പ്രവർത്തിക്കുമ്പോഴായിരുന്നാലും ശരി തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ ഓർത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക. മൂന്നാമത്, എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുക. നല്ലതിനും നമ്മുടെ ഉണ്ടാകുന്ന എല്ലാ വിഷമാവസ്ഥയിലും ദുഃഖത്തിലും ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇതാണ് ദൈവത്തിന്റെ വചനത്തിലൂടെ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഈ ഗ്രൂപ്പിനെ, സീനിയർ സിറ്റിസൻസിന്റെ ഗ്രൂപ്പിനെ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവായ ദൈവമേ, ഈ കൂട്ടായ്മയിൽ സീനിയർ സിറ്റിസൺ ഗ്രൂപ്പിൽ ആയിരിക്കാൻ തന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളിന്ന് കേട്ട ഈ മൂന്ന് കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, എപ്പോഴും സന്തോഷത്തോടുകൂടെ ആയിരിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ കടന്നു പോകുന്ന എല്ലാ വിഷമങ്ങളെയും ദുഃഖങ്ങളെയും എല്ലാ വിഷമങ്ങളെയും നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവം, എൻ്റെ കൂടെയുള്ള ദൈവം ഇത് അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതനുസരിച്ച്
ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നിന്ന് നല്ലതും ദുഃഖവും സന്തോഷവും ഏറ്റുവാങ്ങിക്കൊണ്ട് എപ്പോഴും ദൈവത്തിന് നന്ദി പറയുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയും മാതാവേയും ഈ സമൂഹത്തിൻ്റെ ആയിരിക്കുന്ന എല്ലാവരെയും ഇനിയും കടന്നു വരാനുള്ള എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം ഉണ്ടാകുവാനും ഈ റിട്ടയർഡ് ലൈഫിൽ അല്ലെങ്കിൽ ഈ പ്രായമുള്ള ഈ അവസരത്തിൽ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും വളരെ ആക്റ്റീവായിട്ട് ദൈവത്തിന് നന്ദിയും സ്തുതിയും പറഞ്ഞ് ജീവിക്കുവാനുള്ള കൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. तो नहीं सोचता हूँ अगर मैं दुआ मांगता हाथ अपने उठाकर मैं क्या मांगता. सोचता हूँ अगर मैं दुआ मांगता हाथ अपने उठाकर मैं क्या मांगता. जब से तुझसे मोहब्बत मैं करने लगा तब से जैसे इबादत मैं करने लगा. मैं काफिर तो नहीं, मैं काफिर तो नहीं, मगर जब से देखा मैंने तुझको बंदगी आ गई. പുഴമുല്ല പൂവിൽ മലയാളി പെണ്ണിൽ ഉടുക്കാൻ വെള്ളക്കുടവാ. ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടിയിട്ട് സന്തോഷിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റം പറഞ്ഞില്ല, കുറ്റം പറയാം അതൊക്കെ മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ നടക്കുന്ന നമ്മുടെ നാട്ടിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾ, പിന്നെ നമ്മുടെ കുടുംബത്തിലൊക്കെ ഉള്ള നമ്മുടെ പ്രയാസങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് പങ്കുവെച്ചിട്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ കുറച്ചുകൂടെ എനർജി നമുക്ക് കിട്ടും അല്ലേ. തന്നെ ഇരിക്കുമ്പോൾ എനർജി കിട്ടും, സന്തോഷമാവും നമ്മുടെ ജീവിതം. അതിന് ഞങ്ങളുടെ ഈ എൽഡേഴ്സിൻ്റെ ഈ ഗ്യാതറിങ് നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു മീറ്റിംഗ് ഇന്നത്തെ മീറ്റിംഗിൽ സന്തോഷിക്കാനുള്ള അവസരമായിട്ട് ഞാൻ ആശംസിക്കുന്നു. സ്നേഹമുള്ളവരെ, തീർച്ചയായിട്ടും ആളുകളുടെ എണ്ണം കൂടുന്നുണ്ട്, അതിലെനിക്ക് സന്തോഷമുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ ദേവസ്യാച്ചൻ ഇപ്പോൾ വളരെ തിരക്കിലാണ്, കാരണം ഈ പച്ച മാത്രമേ ഉള്ളൂ ഇവിടെ ഗൗരിച്ചിപ്പോൾ. അപ്പോൾ ഈ കഴിഞ്ഞ ഞായറാഴ്ചയൊക്കെ 4 ഉരുപാടിയൊക്കെ തകർത്തിരിക്കുന്നുണ്ട് അവസ്ഥയായിരുന്നു. എങ്കിലും അതിനിടയ്ക്ക് സമയം കണ്ടെത്തി ഇവിടെ വന്നു നമുക്ക് വേണ്ടിയിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ല, പച്ചനും പറഞ്ഞു ഞാൻ കുറച്ച് വരാമെന്ന് പറഞ്ഞിട്ട് അമ്മയും അച്ഛനെ പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. പിന്നെ എനിക്കൊരു കാര്യം ഓർമ്മിക്കാനുള്ളത്, നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് മേലൊരു മെസ്സപ്പ് ഉണ്ടായിരിക്കാൻ വേണ്ടി പറയുന്നതാണ്, ആരെയും ഒന്നും തെറ്റു പറയുന്നതല്ല. നമ്മൾ ചെയ്യാനുള്ള പ്രോഗ്രാം നേരത്തെ പ്രോഗ്രാം കമ്മ്യൂണിറ്റി ഒക്കെ ആ മെസ്സേജ് ഇടുകയോ അല്ലെങ്കിൽ പുള്ളിക്കാരുടെ ഫോൺ നമ്പർ നോട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കുള്ള സമയം കളയാതെ നമുക്ക് പ്രോഗ്രാം പറയാൻ സാധിക്കും. അതൊന്ന് ശ്രദ്ധിക്കുക. മലയാളത്തിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള കവിതാ പുസ്തകം, മലയാളത്തിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള കവിതാ പുസ്തകം ഏത്? അത് എഴുതിയത് ആരാണ്? ഒരാൾ മാത്രമേ കൈ ഉയർത്തിയുള്ളൂ, പറയണം. എന്താ? അല്ലല്ല, ഡോക്ടർ ആൻസർ പറഞ്ഞു, ചങ്ങമ്പുഴയുടെ രമണൻ. ഡോക്ടർക്ക് മുട്ടായി. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം.
അവിടെ ഐവി മേഡം കൈ ഉയർത്തി, രണ്ടാമത് ഇവിടെയും കൈ ഉയർത്തി. ഐവി മേഡം ആദ്യം ആൻസർ പറയണം. അല്ല അല്ല, വീനസും ചോയും ഒന്നും നക്ഷത്രം അല്ലല്ലോ. ആരാണ് കൈ ഉയർത്തി? മൂന്നാമത് പോസിറ്റീവ്സ് ആണ് കൈ ഉയർത്തിയത്. അല്ല, ആരും പറഞ്ഞില്ല. ആ എന്താ കേട്ടില്ല? അല്ല അല്ല, അയ്യോ വേണമെന്നുള്ള പറയണം. അല്ല അല്ല അല്ല, സൂര്യനാണ് ആൻസർ. മധുരിക്കുമോ മകളേ മലമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാറ്റുവട്ടേ മാറ്റുവട്ടേ മധുരിക്കുമോ മകളേ മലമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാറ്റുവട്ടേ മാറ്റുവട്ടേ ചുരുക്കുമോ മകളേ മലമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാറ്റുവട്ടേ മാറ്റുവട്ടേ. ഞാനൊരു അമ്മയെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ എന്റെ അമ്മയെ കുറിച്ചാണ് ഞാൻ എന്റെ ഓർമ്മ പങ്കുവയ്ക്കുന്നത്. എന്റെ അമ്മ ജൂൺ മാസം ആണ് ഞങ്ങളെ വിട്ട് പിരിഞ്ഞത്. 2016 ജൂൺ മാസം. എന്റെ സങ്കേതവും നീ എന്റെ കോട്ടയും നീ എന്റെ പ്രാണനാഥൻ നീ എൻ ദൈവം ആരാധിക്കും ഞാൻ തേടും നിൻമുഖം ജീവകാലമെല്ലാം തേടിയും ഞാൻ എൻ തന്നുവാൻ അകിയ നീതാ. കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ലവ് മാരേജ് തകരുകയും അറേഞ്ച് മാരേജ് തകരാതിരിക്കുകയും ചെയ്യുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, അറേഞ്ച്ഡ് മാരേജ് ആവുമ്പോൾ നമ്മൾ പോയിട്ട് അയാളെ പഠിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടാണ് അവരുടെ ഓരോന്നും പഠിക്കുന്നത്. ഓ, അപ്പോൾ ഇയാള് ഇങ്ങനെയാണ്, അയാളുടെ അമ്മ ഇങ്ങനെയാണ്, ചേച്ചി ഇങ്ങനെയാണ്, ആ ഫാമിലി ഇങ്ങനെയാണ്, നമ്മൾ പഠിച്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അതേസമയം ലവ് ചെയ്യുന്ന പിള്ളേര് അവരുടെ ഗുഡ്നസ് മാത്രം, നന്മകൾ മാത്രം ഇങ്ങനെ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കും. ആ പ്രൊജക്ട് ചെയ്യുന്ന കാര്യം മാത്രം ആ പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി കേൾക്കും. കല്യാണം കഴിഞ്ഞ് റിയാലിറ്റിയിലേക്ക് ചെല്ലുമ്പോൾ അവര് കാണുന്നത്, നീ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞേ, നിന്റെ അമ്മ ഇങ്ങനെയാണല്ലോ, നിന്റെ പപ്പ ഇങ്ങനെയാണല്ലോ, നിന്റെ വീട്ടിൽ ഇങ്ങനെയാണല്ലോ, നീ പറഞ്ഞതൊന്നും ശരിയല്ലോ. അപ്പോഴവിടുന്ന് പ്രശ്നങ്ങൾ തുടങ്ങുന്നു. ഇതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. രണ്ടിനും പ്രശ്നങ്ങളുണ്ടെന്നാണ് എന്റെ ഒരു തോന്നല്. കാരണം അറേഞ്ച്ഡ് മാരേജ് ഒരുപാട് ഫ്ലോപ്പ് ആകുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. അറേഞ്ച് മാരേജ്, ലവ് മാരേജ് എല്ലാത്തിനും പരസ്പര വിശ്വാസവും ക്ഷമയും സഹാനുഭൂതിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹവും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഏത് കാര്യം വിജയകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ അറേഞ്ച് മാരേജിലും ഉണ്ട്, ലവ് മാരേജിലും എല്ലാത്തിലും ഉണ്ട്.
അതിപ്പോ ആരാണ് എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഞാൻ എൻ്റെ അനുഭവം ഞാൻ പറയുകയാണ്. ഞാൻ ഈ കോളേജിലൊക്കെ ഇരുന്ന് കുറച്ചായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഒന്നും അല്ല എൻ്റെ വസ്തുതകളെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് അറേഞ്ച്ഡ് മാരേജ് ആണോ അല്ലെങ്കിൽ ലവ് മാരേജ് ആണോ അല്ല വിഷയം. ഇവിടെ ഇപ്പോഴാരും ആരെയും ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നത്. അതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം ഞാൻ കാണുന്നതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളർന്നു വരുന്ന ഒരു ചുറ്റുപാടോ അല്ലെങ്കിൽ നമ്മൾ ജീവിച്ച ജീവിതമോ അല്ല ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. ഈ ഡിവോഴ്സിനെ പറ്റി പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത് ഒരു 15 വർഷത്തിന് മുമ്പ് ശരിക്കും പറയുകയാണെങ്കിൽ ഹൈന്ദവ സമുദായത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടന്നുകൊണ്ടിരുന്നത്. അന്ന് ക്രിസ്ത്യൻ സമുദായം പേരിന് വളരെ കുറവ് മാത്രമായിരുന്നു അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അത് മാറിയിട്ട് ഹൈന്ദവ സമുദായത്തിൽ കുറയുകയും ചെയ്തു, ക്രിസ്ത്യൻ സമുദായത്തിൽ കൂടുകയും ചെയ്തു. ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. പൂമുഖവാതിക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. പൂമുഖവാതിക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിന പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളു പൂവിരൽ തുമ്പിന പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. യേശുവിനെ ഏറ്റവും പ്രിയനായുനേ, സേവിച്ചിടാം യേശുവിനെ ഇന്നും അനന്യനേ. സേവിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായുനേ, സേവിച്ചിടാം യേശുവിനെ ഇന്നും അനന്യനേ. അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവകുഞ്ഞാടിയെ, ആരിലും ഉന്നതനെ ആരാധിക്കാം യേശുക്രിസ്തുവിനെ. അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവകുഞ്ഞാടിയെ, ആരിലും